കാൽവരിയിൽ നിന്നും മുഴങ്ങിയ മൊഴികളായി സ്നേഹസ്വരൂപന്റെ ശബ്ദം. ദേശമെങ്ങും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്കായി മുഴങ്ങിയ കാൽവരിനാദം. കാൽവരിനാദം, കാൽവരിനാദം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ കാൽവരിനാഥ മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാമെന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. 175-ാമത്തെ എപ്പിസോഡാണ് ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് പങ്കെടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട് പോകുന്നത്. കർത്താവ് കഴിഞ്ഞ നാളുകളിൽ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മയ്ക്കും നമുക്ക് ദൈവത്തിന് മഹത്വം ചെയ്യാം. നാം എല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ തോമസ് എബ്രഹാം അച്ഛൻ അവറുകൾ ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കും. ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട്, കാലാവസ്ഥയുടെ അനുഗ്രഹത്തിനായിട്ട്, അതുപോലെ ശബ്ദവും വെളിച്ചവും ഇന്റർനെറ്റും നമുക്ക് അനുകൂലമായി ലഭിക്കുന്നതിന് വേണ്ടി കർത്താവിന്റെ ദാസിൽ നിന്ന് അനുഗ്രഹീതമായ ജീവിതാനുഭവങ്ങളും ദൈവവചനവും കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, അനുഗ്രഹീതമായ ഗാനങ്ങൾ കേട്ട് കർത്താവിനെ സ്തുതിപ്പാൻ ഒരു വലിയ വെല്ലുവിളി ദൈവമക്കളാവുന്ന നമുക്ക് ഉണ്ടാകുവാൻ, ദൈവം നമ്മോട് സംസാരിക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ദാസനെ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്നേഹമേറിയ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗപിതാവേ, ഇന്ന് ഈ സായാഹ്ന സമയത്ത് കർത്താവിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾക്ക് ഈ സൂം മീറ്റിങ്ങിലൂടെ കൂടി വരുവാൻ അവിടുന്ന് സഹായിച്ചതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഈ 175-ാമത്തെ എപ്പിസോഡിൽ കർത്താവെ, ഇന്ന് കർത്താവിന്റെ സാക്ഷ്യവുമായിട്ട് വരുന്ന എൻ്റെ കൃത്യനെ അവിടുന്ന് കൈകളിൽ വഹിക്കുകയും ആവശ്യമായിരിക്കുന്ന ദൈവകൃപ നൽകി കർത്താവെ തൻ്റെ സാക്ഷ്യം പറയുവാനും ദൈവവചനത്തിൽ നിന്ന് പ്രബോധിപ്പിക്കുവാനും ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവാഞ്ചലിസ്റ്റ് ജെന്നിങ്സ് കെ സൈമൺ ബ്രദറിനെ അവിടുത്തെ കരങ്ങളിൽ പങ്കെടുപ്പിക്കുന്നു. കർത്താവെ, ഇതിന്റെ പിൻപിൽ, ഈ പ്രോഗ്രാമിന്റെ പിൻപിൽ കഴിഞ്ഞ നാടുകളിലൊക്കെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ദാസന്മാരായിരിക്കുന്ന സന്തോഷ് ബ്രദറിനെയും ആമൻ കുര്യൻ ബ്രദറിനെയും കർത്താവിന്റെ കരങ്ങളിൽ പരിമേൽപ്പിക്കുന്നു. അവർക്ക് ആവശ്യമായിരിക്കുന്ന ആലോചനയും സഹായങ്ങളും അവിടുന്ന് നൽകിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതോർത്ത് സ്തോത്രം. തുടർന്നും സഹായിക്കണമേ. അനേകർക്ക് ഇത് പ്രയോജനമായി തീരുവാൻ, അവരുടെ ആത്മീയ ജീവിതത്തിന് കൂടുതൽ ഉത്തേജനം നൽകത്തക്കവണ്ണവും അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇന്നത്തെ മീറ്റിങ്ങിൽ ദൈവവചനത്തിനും അതുപോലെ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ പരിമേൽപ്പിക്കുന്നു. അവർക്കും ആവശ്യമായിരിക്കുന്ന ദൈവകൃപ നൽകി അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സൂമിൽ കൂടി അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ തരുന്നു. പിന്നീട് ഈ കാര്യം കേൾക്കുന്ന ആളുകൾക്കും കർത്താവിന്റെ കൃപ നൽകി അവരെയും അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അല്പസമയം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കട്ടെ. എല്ലാവരെയും അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമേ. അവിടുത്തെ നാമം ഞങ്ങൾ കൂടി മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സൂം മീറ്റിങ്ങിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും അവിടെ നൽകണം. ഇന്റർനെറ്റ് അതുപോലെ കാലാവസ്ഥ ഇതൊക്കെ അനുകൂലമാക്കി കർത്താവ് നൽകുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളുടെ ഞങ്ങളെ എല്ലാവരെയും പരമേൽപ്പിക്കുന്നു. അവിടുത്തെ നാമം ഞങ്ങൾ കൂടി മഹത്വപ്പെടുത്തണം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നെ ഞങ്ങളെ രക്ഷിച്ചു ഞങ്ങളുടെ രക്ഷിതാവും ദൈവവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ അടിയങ്ങൾ താഴ്മയായി യാചിക്കുന്നു. കരുണ തോന്നി കേൾക്കുമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടെ കർത്താവിന്റെ സന്നിധിയിലായിരുന്ന പ്രാർത്ഥനയോടെ നമ്മുടെ പ്രോഗ്രാം ആരംഭിപ്പാൻ ദൈവം കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിച്ച കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് മേൽക്കുമേൽ അനുഗ്രഹിക്കുമാറാകട്ടെ.
ഈ രാത്രിയിൽ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ മാമൻ കുര്യൻ ട്രിവാൻഡ്രം അവർ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന കർത്താവിന്റെ ദാസിമാര്, ഈ നാട്ടിൽ നിന്ന് പങ്കെടുക്കുന്ന മറ്റ് പ്രിയപ്പെട്ടവർ, അതുപോലെ ഇന്ന് രാത്രിയിൽ തന്റെ ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇവാഞ്ചലിസ്റ്റ് ജെന്നിങ്സ് കെ സൈമൺ ബീഹാർ അവർ, തന്റെ കുടുംബം അവരാണ് ഗാനങ്ങൾ ആലപിക്കുന്നത്. പ്രിയ സഹോദരി ജാസ്മിൻ ജെന്നിങ്സ് ആൻഡ് ആനി സൂസൻ ജെന്നിങ്സ്, പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ എളിയ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. 2 ഗാനങ്ങൾ കേട്ട് നമുക്ക് മടങ്ങി വരാം. ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസന്റെ വൈഫും മകളുമാണ്. പ്രിയപ്പെട്ടവരെ ഗാനങ്ങൾ ആലപിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഇൻട്രൊഡക്ഷൻ പറയണമെന്ന് സ്ഥാപനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ട് ജാസ്മിൻ പാടുന്ന പാട്ട് യേശുവേ എൻ ജീവനെ, ജീവൻ തന്ന സ്നേഹമേ എന്നൊരു പാട്ടാണ്. ഈ 2 പാട്ടുകളും ഞാൻ അഭിപ്രായപ്പെട്ട അനുസരിച്ച് തന്നെയാണ് അവർ പാടുന്നത്. ഞാൻ സ്കൂളിലും കോളേജിലും അറിയപ്പെടുന്ന ഒരു ഗായകനായിരുന്നു. എന്നാൽ അന്ന് ലൈറ്റ് മ്യൂസിക്കിനൊക്കെ ഫസ്റ്റ് പ്രൈസ് മേടിക്കുമായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോഴും അവർ മ്യൂസിക് ഗ്രൂപ്പിൽ എന്നെ ചേർത്തു. എന്നാൽ ആദ്യത്തെ വർഷമുള്ള ആ പെർഫോമൻസിന് എനിക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല, കാരണം എൻ്റെ തൊണ്ടയ്ക്ക് അസുഖമായി മാറി. എന്നാൽ അതിന് ശേഷം ഞാൻ കർത്താവിനോട് തീരുമാനമെടുത്തു, അവിടത്തേക്ക് മാത്രമേ ഞാൻ പാടത്തുള്ളൂ, മറ്റു പാട്ടുകൾ സ്റ്റേജിൽ പാടുകയില്ല എന്നൊരു തീരുമാനമെടുത്തു. അതേ നിലയിൽ ജീവൻ തന്ന സ്നേഹത്തിന് വേണ്ടി പാടുവാൻ ഉള്ളൊരു ആഹ്വാനമാണ് ആ പാട്ടിനകത്തുള്ളത്. ഒന്നാമത്തെ പാട്ട്. രണ്ടാമത്തെ പാട്ട് ഭയം ലേശം വേണ്ടിനിയും മമ യേശുവിന് അഭയം എന്നുള്ള പാട്ടാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കർത്താവിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഒരു കഷ്ടങ്ങളും നഷ്ടങ്ങളും വന്നാലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, കർത്താവ് നമുക്ക് തുണയായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രാണൻ തന്ന സ്നേഹമേ, അങ്ങേ കൂടാതില്ലൊന്നുമേ ഈ ജീവിതേ, സർവം നിന്റെ ദാനമേ. നിന്നു
സ്നേഹമേ അങ്ങേ കൂടാതില്ലൊന്നുമേ ഈ ജീവിതേ സർവം നിന്റെ ദാനമേ എന്റെ നാവിൽ തന്നൊരിണം അങ്ങേ വാഴ്ത്താനായിടട്ടെ ജീവൻ പോകുവോളം നിന്നുടെ സാക്ഷിയായിടാം യേശുവേ എൻ ജീവനേ എൻ ആശയേ പ്രാണൻ തന്ന സ്നേഹമേ Thank you. ഭയം ലേശം വേണ്ടിനിയും മമ യേശു എന്ന ഭയം വൻതുമ്പനേരത്തിലും യേശു താൻ എന്നോടിരിക്കും വൻതുമ്പനേരത്തിലും യേശു താൻ എന്നോടിരിക്കും കൺമണി പോലെന്നെ സൂക്ഷിച്ചു ഉള്ളം കയ്യിൽ എന്നെ വരച്ചു കൺമണി പോലെന്നെ സൂക്ഷിച്ചു ഉള്ളം കയ്യിൽ എന്നെ വരച്ചു പരനറിയാതെയൊന്നും വന്നതില്ല തിരുമാർവിൽ ചാരിടും ഞാൻ പരനറിയാതെയൊന്നും വന്നതില്ല തിരുമാർവിൽ ചാരിടും ഞാൻ ഭയം ലേശം വേണ്ട
താങ്ക് യു. താങ്ക് യു സോ മച്ച്. വളരെ അനുഗ്രഹീതമായ, വളരെ സുന്ദരമായ 2 ഗാനങ്ങൾ പ്രിയ സഹോദരന്മാരിൽ നിന്ന് കേൾക്കുവാൻ വലിയവനായ ദൈവം കൃപ ചെയ്തു. വളരെ അർത്ഥവത്തായ, ആശയസമ്പുഷ്ടമായ, വളരെ പ്രത്യാശ നൽകുന്ന, സന്തോഷം നൽകുന്ന 2 ഗാനങ്ങൾ. പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു സംഗീത കുടുംബമാണ്, അതിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ വളരെ അടുത്ത കുമ്പനാട്ടിൽ നിന്ന് ബീഹാറിന്റെ പ്രദേശത്തേക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയി നാളിതുവരെ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ഒരു കർത്താവിന്റെ ദാസനാണ് പ്രിയ ജെന്നിസ് കെ സൈമൺ അവറുകൾ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹം തന്നെയായിരിക്കും. ഇനിയുള്ള സമയം കർത്താവിന്റെ ദാസനെ തന്റെ ജീവിത അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതിനായി എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് കേട്ടതുപോലെ ജെന്നിസ് കെ സൈമൺ. ഞാൻ ജനിച്ചത് യഥാർത്ഥത്തിൽ കുമ്മനാട്ടല്ല, തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റലിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ മാതാവ് തൃശ്ശൂർ അനാശാലയിൽ ഒരു അന്തവാസിയായിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ പ്രസവം അവിടെ എടുത്തു. എന്നെ കയ്യിൽ വാങ്ങിച്ചത് PN ട്രഷർ എന്നുള്ള മമ്മി എന്ന് ഞങ്ങൾ വിളിക്കുന്ന തൃശ്ശൂരെ മിസ്സിയാണ്. ആ നിലയിൽ ഞാൻ ജനനം കൊണ്ട് തൃശ്ശൂർക്കാരനാണെങ്കിലും വളർന്നത് കുമ്മനാട്ടാണ്. എൻ്റെ പേരൻസ്, എൻ്റെ പിതാവിൻ്റെ പേര് സൈമൺ കെ എബ്രഹാം എന്നാണ്. മാതാവിൻ്റെ പേര് ശോശാമ സൈമൺ. പിതാവ് യഥാർത്ഥത്തിൽ ഒരു പെന്തക്കോസ്ത് പാസ്റ്ററായിരുന്നു. എന്നാൽ എൻ്റെ മാതാവ് ബ്രദറൻ കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. ഇവർ തമ്മിൽ വിവാഹം കഴിച്ചു. മാതാവ് കുമ്മനാട്ട് തൻ്റെ മാതൃസഭയായ കുമ്മനാട്ട് വന്നു. ഞങ്ങളെ വളരെ കഷ്ടപ്പെട്ട് മാതാവ് വളർത്തി. മാതാവിന് ബ്രദറൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്യൂണായിട്ട് ജോലി ഉണ്ടായിരുന്നു. പിന്നീട് അതിന് മുമ്പ് തന്നെ ആദ്യ സമയത്ത് എൻ്റെ JBK സൈമൺ എൻ്റെ അനിയനാണ്. അനിയൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇരുപേരിലുള്ള LP സ്കൂളിൽ മാതാവിന് പ്യൂണായിട്ട് ജോലി ഉണ്ടായിരുന്നു. ആ ജോലി വിട്ടേച്ച് പിന്നെ പിതാവിൻ്റെ അടുത്ത് പോയി. അന്നേരമാണ് അനിയൻ ഉണ്ടാകാനായിട്ട് ഇടയായത്. അവിടെ വെച്ച് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് സത്യത്തിൽ പപ്പായുടെ അമ്മയാണ്. അമ്മ ഒരു പ്രവാചകിയായിരുന്നു. അവരുടെ പ്രവചനങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അങ്ങനെ പിന്നെ വന്നു, കുമ്മനാട്ട് വന്നിട്ട് അനിയൻ കുമ്മനാട്ടാണ് ജനിച്ചത്. ഞങ്ങൾ കുമ്മനാട്ട് സഭയോടുള്ള ബന്ധത്തിലാണ് ചെറുപ്പം മുതൽ ആയിരുന്നു. അവിടെ സൺഡേ സ്കൂള്, വിപുലമായിട്ടൊരു സൺഡേ സ്കൂൾ ഉണ്ടായിരുന്നു. സൺഡേ സ്കൂളിൽ ഏകദേശം 12 വർഷത്തോളം പഠിക്കുവാൻ കർത്താവ് സഹായിച്ചു. കൂടാതെ സ്ഥിരമായിട്ടുള്ള കൺവെൻഷനുകളുണ്ടായിരുന്നു. ആ കൺവെൻഷനിലൊക്കെ പാട്ട് പാടാനും ഒക്കെ അവസരം ലഭിച്ചു. അതുപോലെ വചനം അതുപോലെ ശ്രവിക്കാനും അവസരം കിട്ടി. എന്ന് പറഞ്ഞാൽ അനേക ദൈവദാസന്മാർ അവിടെ വരികയും പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അവരിൽ നിന്നൊക്കെ വചനം ശ്രവിക്കാൻ കർത്താവ് സഹായിച്ചു. എൻ്റെ പഠനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ PDCക്ക് പഠിക്കുമ്പോൾ എനിക്ക് ചില ദുരനുഭവങ്ങളുണ്ടായി. എനിക്ക് സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു സയൻസ് വിഷയം. മലയാളം മീഡിയത്തിൽ നിന്ന് പോയതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എങ്കിലും 10th എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. PDക്ക് പഠിക്കുമ്പോൾ എനിക്ക് ചില പ്രശ്നങ്ങളുണ്ടായി. എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയുടെ സാറ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു. അദ്ദേഹം എന്നെ ക്ലാസ്സിൽ വെച്ച് അപമാനിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. പിതാവ് കൂടില്ല എന്നുള്ള നിലയിൽ. ഞങ്ങളുടെ സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നുകൊണ്ട് പെൺകുട്ടികൾ കൂടുതലും ആൺപിള്ളേർ കുറവുമായിരുന്നു. ആൺപിള്ളേർക്ക് ഭയങ്കര പീഡനമായിരുന്നു അതിനകത്ത്. ആ നിലയിൽ എനിക്കും പീഡനം അനുഭവപ്പെട്ടു. എന്നെ വല്ലാതെ അപമാനിച്ചു. അതുകൊണ്ട് ഞാൻ PDC പഠനം അവിടെ വെച്ച് നിർത്തേണ്ടതായിട്ട് വന്നു. എന്നിട്ട് ഒരു പ്രസിൻ്റെ പണി പഠിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ എന്നെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി. പക്ഷേ വേണ്ട രീതിയിൽ അവർ പഠിക്കാതെ എന്നെ മറ്റ് ചില ജോലികളൊക്കെ ചെയ്യിപ്പിച്ചു.
എന്നാൽ 6 മാസം ഞാൻ അവിടെ നിന്നു. അപ്പോൾ എനിക്ക് വേറൊരു ദുരനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ താമസിച്ച വീട്ടിൽ കൊള്ളക്കാർ കയറി ഞാൻ കിടക്കുന്ന മുറി പൊളിച്ചാണ് അവർ കയറിയത്. പക്ഷെ അന്ന് ഞാൻ വേറൊരു സ്ഥലത്തോട്ട് കിടന്ന് മാറാൻ അവർ പറഞ്ഞു. അങ്ങനെ ഞാൻ മോളിൽ പോയി ഉറങ്ങാൻ പറഞ്ഞുകൊണ്ട് അന്ന് പോയി. അവർ വലിയൊരു കല്ലെടുത്ത് എറിഞ്ഞാണ് അത് ആ കതവ് പൊളിച്ചത്. ആ കല്ല് വന്ന് വീണ് ഞാനവിടെ ഉണ്ടായിരുന്ന എൻ്റെ തലയിലായിരുന്നു അത് വീണത്. പക്ഷേ പിന്നീട് ഞാൻ തിരികെ വന്ന് ഹിന്ദി പ്രചാര സഭയുടെ ഹിന്ദി സാഹിത്യ കോഴ്സ് പഠിച്ചു. അതിനകത്ത് തന്നെ പ്രീ ഡിഗ്രിയും പാസ്സായി. എന്നിട്ട് അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് വരെ ഹിന്ദി ടീച്ചേഴ്സ് കോഴ്സ് ഞാൻ പഠിച്ചു. അങ്ങനെയാണ് എൻ്റെ പഠനം പൂർത്തിയാക്കുവാനായിട്ട് ഇടയായത്. കൂടാതെ എൻ്റെ രക്ഷാ നിർണയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ മാതാവ് 7 വയസ്സിൽ തന്നെ ചെറു കഥയിലൂടെ എനിക്ക് സുവിശേഷം പറഞ്ഞു തരികയും ഞാനൊരു പാപിയാണെന്ന് ബോധ്യപ്പെടുകയും ഞാൻ കർത്താവിനോട്, അന്ന് ഞങ്ങൾ 20 പേരാണ് താമസിക്കുന്നത് കുഞ്ഞാട് സഭയുള്ള ബന്ധത്തിൽ, ഞങ്ങളുടെ അന്നത്തെ കൊച്ചു വീട്ടിൽ മുട്ടയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവിനോട് എൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. പാപത്തെക്കുറിച്ച് അത്ര വലിയ ബോധ്യമൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും ഒരു പൈതൽ എൻ്റെ അറിവിൽ വെച്ച് ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. അങ്ങനെയാണ് ഞാൻ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായത്. എന്നാൽ അതിനുശേഷം കർത്താവിനോട് കൂടുതലായിട്ട് ആ ചെറുപ്പത്തിൽ തന്നെ അടുക്കാനായിട്ട് ഇടയായി. കാരണം പിതാവ് കൂടില്ലാത്തതിൻ്റെ വളരെ ദുഃഖങ്ങൾ ഞാൻ അനുഭവിക്കാൻ, പലരും എന്നെ ഉപദ്രവിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ അതിനകത്ത് വളരെ സങ്കടം അനുഭവിച്ചിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ പാല് മേടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഒരു പയ്യൻ എന്നെ വല്ലാതെ കളിയാക്കി. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കുട വെച്ചൊരു അടി കൊടുത്തു. അവൻ ചെന്ന് അവൻ്റെ അപ്പനോട് പറഞ്ഞു. അപ്പനൊരു ഗുണ്ട ടൈപ്പായിരുന്നു. അപ്പൻ എന്നെ പിടിക്കാനായിട്ട് എൻ്റെ പുറകെ വന്നു. ഞാൻ ഓടി. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ശങ്കരമംഗലം വലിയതാനിക്കൽ വീട്ടുകാരുണ്ട്. അവർ ഞങ്ങളോട് വളരെ സ്നേഹമായിട്ട് പെരുമാറിയിരുന്നു. അവരുടെ വീട്ടിലോട്ട് പോയി. ഞാനതിൽ ആ വീടിൻ്റെ പുറകോട്ട് പോയി. അപ്പം അവിടുത്തെ ചേട്ടനും ചേച്ചിമാരും 2 ചേച്ചിമാരും ഉണ്ടായിരുന്നു. അവർ 4 പേരാണ്. അതിൽ 3 പേര് അന്നേരം ഉണ്ടായിരുന്നു. അപ്പം ഈ ചേച്ചിമാരെന്നെ പുറകിൽ മറച്ചു. മറ്റേ ചേട്ടൻ ചെന്ന് അവരോട് ഇയാളെ പറഞ്ഞു വിട്ടു. ഇവർ വലിയ കുടുംബക്കാരായതുകൊണ്ട് അദ്ദേഹം അങ്ങ് പോയി. എങ്കിലും എനിക്ക് വളരെ ദുഃഖമായത്, അവൻ്റെ പിതാവിനോട് പറഞ്ഞു. എനിക്ക് പറയാൻ പിതാവില്ലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ചോദിക്കാൻ ആളില്ലാഞ്ഞ് എന്നുള്ളൊരു സങ്കടം എൻ്റെ ഉണ്ടായി. അങ്ങനെ ഇന്ന് ഞാൻ കരഞ്ഞു, കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ഒരു ശബ്ദം കേൾക്കുന്നതോട് തോന്നി, നിനക്ക് ഞാനുണ്ട് എന്ന് പറയുന്നൊരു ശബ്ദം കേൾക്കുന്നതോട്ട് എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ 1990 സെപ്റ്റംബറിലാണ് ഞാൻ സ്നാനപ്പെട്ടത്. അത് ബാംഗ്ലൂരിന് വന്നതിന് ശേഷമാണ് ആ സ്നാനം സംഭവിച്ചത്. ഏകദേശം 17 വയസ്സോളം പ്രായം എനിക്ക് അന്നുണ്ടായിരുന്നു. വളരെ താമസിച്ചാണ് ഞാൻ സ്നാനപ്പെടുവാനായിട്ട് ഇടയായത്. എൻ്റെ ജോലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഹിന്ദി ടീച്ചേഴ്സ് കോഴ്സ് പഠിച്ച ശേഷം പല ട്യൂട്ടോറിയലുകളിൽ പഠിപ്പിച്ചിരുന്നു. അതുപോലെ പലരെ ഹോം ട്യൂഷൻ എടുക്കുമായിരുന്നു. അതൊക്കെ എൻ്റെ വരവിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇൻ്റർവ്യൂ കാർഡ് കിട്ടിയ സമയത്താണ് എനിക്ക് ദൈവവിളി ഉണ്ടായത്. അതിനുശേഷം 2000 ഒക്ടോബറിൽ ഞങ്ങൾ കുടുംബമായിട്ട് മുസാഫറിലേക്ക് വന്നു. 2 വർഷം അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ദർഭംഗ എന്ന സ്ഥലം തിരഞ്ഞെടുത്ത് പോരുവാനായിട്ടിടയായത്. 2002 നവംബർ മുതൽ ഇവിടെ സുവിശേഷ വേല ചെയ്യുന്നു. എൻ്റെ മാരീജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ സഹധർമ്മിണി തിരുവനന്തപുരം ചെറിയ അസംബ്ലിയിൽ നിന്നുള്ള ജാസ്മിനാണ്. അവർ പ്രിയ സഹോദരിയുടെ മാതാവാണ് ആദ്യം വിശ്വാസത്തിൽ വന്നത്. പിന്നീട് ആ കുടുംബത്തിന് പിതാവ് പിന്നീട് മരിക്കുന്നതിന് ഏതാണ്ട് 3 വർഷം മുമ്പേ ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം വിശ്വാസത്തിൽ വന്നു.
അവർ സഹോദരങ്ങളെല്ലാവരും വിശ്വാസത്തിന് അവർ 8 മക്കളുണ്ട്. അതിൽ രണ്ടാമത്തെയാണ് എൻ്റെ ഭാര്യ. അവർ എല്ലാവരും വിശ്വാസത്തിലും ആത്മീയമായിട്ട് ഉള്ള കാഴ്ചപ്പാടിലും ജീവിക്കുന്നു എന്നുള്ളത് ഓർപ്പിക്കുന്നു. മൂത്തത് മകളാണ്, ആനി എന്നാണ് പേര്. MCA കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ UGC നെറ്റ് എഴുതുവാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. മകളിപ്പോൾ ഇവിടെ ഉണ്ട്, പാട്ട് പാടിയിരുന്നു. മകൻ കേരളത്തിലായിരിക്കുന്നു. കേരളത്തിൽ അവൻ ചെങ്ങന്നൂർ കെൽട്രോൺ നോളജ് സെൻറ്ററിൽ ഓഡിയോ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മകൻ ഇപ്പോൾ കേരളത്തിലാണ് ഉള്ളത്. കേരളത്തിൽ ആ കോഴ്സ് പഠിക്കുകയാണ്. അവന് ഈ അടുത്ത മാസം പരീക്ഷയുണ്ട്. ആ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അവൻ്റെ തിയറി പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞു. ഇനി തിയറിയുടെ എക്സാമാണ് കഴിയാനുള്ളത്. അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവന് ജന്മന തൈറോയ്ഡ് ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്. അവൻ ഞങ്ങളുടെ ജീവിതത്തെ വളരെ സ്വാധീനിച്ച ഒരു മകനാണ്. സത്യത്തിൽ ആ മകൻ്റെ ജനനത്തോടെ ഞങ്ങൾ കൂടുതലും മക്കൾ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു. കാരണം ഞങ്ങളത് വിചാരിച്ചത് അവനൊരു നിത്യരോഗിയായിരിക്കും. ഞങ്ങൾ ഇനിയും കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ അവനെ നോക്കാൻ ഞങ്ങൾക്ക് സാധിക്കത്തില്ലല്ലോ, അല്ലെങ്കിൽ അവന് വേണ്ട പരിഗണന ഞങ്ങൾ ചിലപ്പോൾ കൊടുക്കത്തില്ല എന്ന് വെച്ച് വീണ്ടും പിള്ളേരുണ്ടാകണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എന്നാൽ അവന് ജന്മനാ തന്നെ ജോണ്ടിസ് ഉണ്ടായിരുന്നു. കൂടാതെ ബ്ലഡ് കൊടുക്കേണ്ടി വന്നു. ഏകദേശം വളരെ ഭാരം കുറേ, ഒരു പപ്പായുടെ അത്രേ ഉള്ളായിരുന്നു. എങ്കിലും കർത്താവിനെ അനുഗ്രഹിച്ചു. പഠന വൈകല്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും BA വരെ പഠിക്കാൻ കർത്താവ് സഹായിച്ചു. കൂടാതെ ഓഡിയോ എഞ്ചിനീയറിങ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ ചെറുപ്പം മുതലേ വളരെ പരീക്ഷകളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വന്നു. പിതാവ് കൂടെ ഇല്ലാത്തതിനാലാണ് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നത്. ചെറുപ്പത്തിൽ സംഭവിച്ചൊരു കാര്യം ഞാൻ വിവരിച്ച് പറഞ്ഞല്ലോ. അത് എൻ്റെ ജീവിതത്തെ വളരെ ഇടിച്ചു കുലുക്കി. കർത്താവ് എന്നോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. കൂടാതെ എൻ്റെ കോളേജ് അഡ്മിഷനും ഒക്കെ വളരെ പ്രയാസങ്ങൾ എനിക്ക് നേരിട്ടു. അതിലൊക്കെയും കർത്താവ് സഹായിച്ചു. PDDക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പല വാതിലുകളും മുട്ടി, ആരും സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു 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 കോളേജിൽ ഒരു ടീച്ചർ ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. അമ്മച്ചിയുടെ ഒരു കൂട്ടുകാരിയായിരുന്നു. അവർ വിചാരിച്ചു അവരിതുവരെ വരാത്തത് മോൻ തോറ്റ് കാണും, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. ചെന്നപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ വന്നിരിക്കുകയാണ് എന്നുള്ളത്. അവരുടെ സഹകരണത്തിലാണ് എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടുവാനായിട്ട് ഇടയായത്. 1995 YMF നോർത്ത് ഡിവിഷൻ ബീഹാർ ക്യാമ്പയിനിൽ 3 മാസം എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് ഇടയായി. ബീഹാറിൽ വന്നപ്പോഴാണ്, അന്ന് ബീഹാർ ഒറ്റ ബീഹാറായിരുന്നു. ജാർഖണ്ഡ് അന്ന് പിറന്നിട്ടില്ല, ഒറ്റ ബീഹാറായിരുന്നു. ഞാൻ 3 ജില്ലകളിൽ വർക്ക് ചെയ്തു. സാരൻ ഡിസ്ട്രിക്റ്റ്, പിന്നെ ശിവാൻ ഡിസ്ട്രിക്റ്റ്, പിന്നെ ധൻബാദ് ഇന്ന് ജാർഖണ്ഡിലാണ്. ശിവാനും സാരനും ബീഹാറിൽ തന്നെയാണ്. ഈ 3 ഇടങ്ങളിൽ വർക്ക് ചെയ്യാനായിട്ടിടയായി. എനിക്ക് ഹിന്ദിയിൽ പ്രസംഗിക്കുവാൻ അന്നേരം അവസരം ലഭിച്ചു. സത്യത്തിൽ ഹിന്ദി ടീച്ചറായിരുന്നെങ്കിൽ പോലും ഹിന്ദി അങ്ങനെ പ്രസംഗിക്കാനൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അന്ന് എറണാകുളത്തുണ്ടായിരുന്ന സാബു വറീസ് എന്ന അച്ഛൻ ഹിന്ദിയിൽ എഴുതി തന്നു. ആ വാചകമാണ് ആദ്യം ഞാൻ പ്രസംഗിച്ചത്. പിന്നീട് പലയിടങ്ങളിലും പ്രസംഗിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. കൂടാതെ ഇന്ത്യയിൽ വാക്യങ്ങൾ വളരെ ഹൃദയസ്ഥമാക്കുവാനും അന്ന് തന്നെ പല പ്രത്യേക യോഹന്നാൻ 3:16 മുതലായ വാക്യങ്ങൾ ഹൃദയസ്ഥമാക്കുവാനും, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും എൻ്റെ ജീവനെ നഷ്ടമാക്കിയ എന്ത് പ്രയോജനം, ആ വാക്യങ്ങളൊക്കെ ഹിന്ദിയിൽ പഠിക്കുവാനായിട്ട് കർത്താവ് ഇടയാക്കി. തിരികെ വന്ന് ഏതെങ്കിലും സ്ഥിരമായിട്ടുള്ള ജോലി സമ്പാദിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പല സ്കൂളുകളിലും അപ്ലൈ ചെയ്തു. അങ്ങനെ ഒരു വലിയവധി കാലത്ത് എനിക്ക് ഹോം ട്യൂഷൻ കിട്ടിയ പലതും എനിക്ക് നഷ്ടപ്പെട്ടു. കാരണം വേറെ ഒരു ഹിന്ദി ടീച്ചർ അന്നേരം ഉണ്ടായിരുന്നു. ആ ഹിന്ദി ടീച്ചർ അതൊക്കെ പിടിച്ചു. എന്നാൽ 1-2 കുഞ്ഞുങ്ങൾ മാത്രം എന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നു. അവരെ ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. എങ്കിലും എനിക്ക് വരവ് അല്പം കുറഞ്ഞു.
സ്ഥിരമായിട്ടൊരു ജോലി വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു സമയത്ത് ഞാൻ അന്നേരം ആ കുമ്പനാട് പരിസരമൊക്കെ ഒഴിഞ്ഞു കിടക്കും, ബൈബിൾ സ്കൂളുകാരെ അവിടെ കാണത്തില്ല. ഞാൻ ആ ബൈബിൾ സ്കൂളിൻ്റെ പഴയ ബിൽഡിങ്ങിൻ്റെ വരാന്തയിൽ വന്ന് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സഹോദരൻ അവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, സഹോദരന് ജോലി ആവശ്യമുണ്ടോ? ഞാൻ സഹായിക്കാം, എനിക്കൊരു ഷട്ടർ ഉണ്ടാക്കുന്ന കമ്പനിയുണ്ട്, അതിനകത്ത് ബ്രദറിന് ജോലി തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സഹോദരന് വാക്ക് കൊടുത്തു, 1 മാസത്തിനുള്ളിൽ ഞാൻ വരാം എന്ന് വാക്ക് കൊടുത്തു. അതോടൊപ്പം ബ്രദറിന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂ കാർഡും വന്നിരുന്നു. എന്നാൽ ഞാൻ വീട്ടിൽ ചെന്ന് ബൈബിൾ വായിച്ച് നോക്കുന്ന സമയത്ത് കർത്താവ് ബീഹാറിൽ കണ്ട മുഖങ്ങളൊക്കെ എൻ്റെ മുന്നിൽ കൂടെ തെളിയുന്നോട്ട് എനിക്ക് തോന്നി. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 28-29 വാക്യങ്ങൾ എൻ്റെ കണ്ണുകൾ ആ ഭാഗത്തൂടെ പോയി. ഒരു പിതാവ് മൂത്ത മകനോട് പറയുകയാണ്, മകനെ ഇന്ന് നീ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക. അപ്പോൾ ആ മകൻ പറയാണ്, എനിക്ക് മനസ്സില്ല എന്ന് പറയാണ്. ആ ഭാഗം ഞാൻ തന്നെയാണ് എന്ന് എനിക്ക് തോന്നി. എങ്കിലും എൻ്റെ മാതാവിനോട് എനിക്ക് ദൈവവിളി കിട്ടി എന്നുള്ള കാര്യം ഞാൻ വെളിപ്പെടുത്തിയില്ല. എനിക്ക് ബൈബിൾ സ്കൂളിൽ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പം പത്തനംതിട്ട ബൈബിൾ സ്കൂളിൽ പഠിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കുമ്പനാട്ട് സഭയിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, കുമ്പനാട്ട് ഒരു ബൈബിൾ സ്കൂൾ ഉണ്ട്, അവരിൽ പഠിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഏകദേശം ജൂണായി, അഡ്മിഷനൊക്കെ ശരിയാക്കാനായിട്ട് ഇടയായി. എങ്കിലും ഞാൻ കുമ്പനാട്ടുകാരനായതുകൊണ്ടും അവരുടെ പലരും കമ്മിറ്റി മെമ്പേഴ്സ് ആയതുകൊണ്ടും എനിക്ക് ആ വർഷം തന്നെ അഡ്മിഷൻ കിട്ടി. എനിക്ക് ബെഥനി ബൈബിൾ സ്കൂളിൽ അവിടെ 1 വർഷം പഠിക്കാനായിട്ട് ഇടയായി. പിന്നെ അടുത്ത വർഷം അന്ന് പത്തനംതിട്ട അഡ്മിഷൻ ഇല്ലായിരുന്നു. അതുപോലെ ജസ്റ്റിസ് അങ്കിൾ മരിച്ച മൂലം മദ്രാസിലും അഡ്മിഷൻ ഇല്ലായിരുന്നു. അങ്ങനെ 1 വർഷം ഞാൻ പല സുവിശേഷന്മാരോടൊപ്പം വർക്ക് ചെയ്യാനായിട്ടിടയായി. ആലപ്പുഴയും അതുപോലെ ചങ്ങനാശ്ശേരി മുതലായ പ്രദേശങ്ങളിൽ, ചങ്ങനാശ്ശേരി സഭയോടുള്ള ബന്ധത്തിലും ഞാൻ വർക്ക് ചെയ്യാനായിട്ടിടയായി. അതെൻ്റെ ജീവിതത്തിൽ പ്രായോഗിക പരിജ്ഞാനത്തിന് ഇടയാക്കി. പലരും എന്നെക്കാളും പ്രായമുള്ളവരായിരുന്നു. കാരണം അവരെന്നെ ആ നിലയിലാണ് കണ്ടിരുന്നത്. എന്നെ ഒരു പയ്യനായിട്ടും അവരോടൊപ്പം സഹവാസം എനിക്ക് സുവിശേഷ വേലയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള പരിജ്ഞാനം എനിക്ക് ലഭിക്കാനായിട്ടിടയായി. അതിനുശേഷം സ്റ്റീവാർഡ് ബൈബിൾ കോളേജിൽ 2 വർഷം പഠിക്കാനായിട്ടിടയായി. അവിടെ വെച്ച് ഇംഗ്ലീഷ് പരിജ്ഞാനം, ഇംഗ്ലീഷിൽ സംസാരിക്കുവാനും അതുപോലെ ഇംഗ്ലീഷിൽ മെസ്സേജ് പറയാനൊക്കെ എനിക്ക് അവസരം ലഭിച്ചു. അതെൻ്റെ ജീവിതത്തിൽ വളരെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുവാനും പഠിക്കുവാനും അത് വളരെ പ്രയോജനമായിട്ട് ഭവിച്ചു. പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എനിക്കുണ്ടായിരുന്ന കാര്യം കർത്താവിൽ കൂടുതൽ ആശ്രയിക്കുക എന്നുള്ളത് തന്നെയാണ്. പാട്ടിൽ കൂടെ ഞാനതാണ് പറയാനായിട്ട് ആഗ്രഹിച്ചത്. കർത്താവിനോട് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പെട്ടെന്ന് അതിന് ഉത്തരം നൽകുന്നുണ്ട് എനിക്ക്. ഒന്നിൽ വചനത്തിലൂടെ തരും, അല്ലെങ്കിൽ കാണത്തക്കോണം തരും. കർത്താവ് അങ്ങനെ ഉത്തരം തരാറുണ്ട്. ആ നിലയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. പക്ഷെ ഞാൻ ദീർഘമായിട്ട് പ്രാർത്ഥിക്കാറില്ല. ചിലരൊക്കെ പറയാറുണ്ട് 1 മണിക്കൂർ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാനുള്ള കഴിവ് എനിക്കില്ല. കാരണം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദീർഘമായിട്ട് കണ്ണടച്ചിരിക്കാൻ പോലും എനിക്ക് കഴിയാറില്ല. അതുകൊണ്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒന്നും പ്രാർത്ഥിക്കാറില്ല ഞാൻ. എനിക്ക് അങ്ങനെയുള്ള ശീലമില്ല. എങ്കിലും പ്രവർത്തനോന്മുഖമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ യാത്ര ചെയ്യുമ്പോഴൊക്കെയും പ്രാർത്ഥന അയക്കാറുണ്ട്. മനസ്സിന് വിഷമം തോന്നുമ്പോഴും ഈ കഠിനമായിട്ടുള്ള അപ്പോൾ തന്നെ പ്രാർത്ഥിക്കുകയും കർത്താവിനോട് കരയുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് എനിക്കുള്ളത്. അങ്ങനെ എന്ത് പ്രയാസം വന്നാലും കർത്താവിൽ ആശ്രയിക്കാമെന്നുള്ളൊരു ആത്മധൈര്യം കർത്താവ് നൽകിയിട്ടുണ്ട്. വിശ്വാസ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ വിവരിക്കാൻ വേണ്ടി ചിന്തിക്കുന്നു. 2010 ഇവിടെ ഒരു കോൺഫറൻസ് ഉണ്ടായി. സത്യത്തിൽ ബീഹാറിലെ സഭകൾ തമ്മിൽ പിളർന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു. 5 സഭകൾ ഒരു കൂട്ടരും ബാക്കി 28 സഭകൾ വേറൊരു പക്ഷമായി തിരിഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ
ഇതിനകത്ത് കൂടുതൽ ശക്തരായിട്ടുള്ളവർ 5 സഭകളിലുള്ളവരാണ്. അങ്ങനെ അപ്പം ഞാൻ അത് ഏറ്റെടുത്തു. അന്ന് ദർബംഗയിൽ വെച്ച് ആ കോൺഫറൻസ് നടന്നു. ഇതിൻ്റെ ആദ്യ സമയത്ത് ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ ഇവർ ടെൻറ്റ് കെട്ടിയവർ ഒരു സാരി പോലുള്ള ഒരു തുണി കൊണ്ടാണ് ഇത് കെട്ടിയിരുന്നത്. അപ്പോൾ സഹോദരങ്ങളെല്ലാം ഇരുന്ന് വിയർക്കുന്നത് ഞാൻ കണ്ടു. കൂടാതെ ഒരു സഹോദരി, ഒരു മലയാളി സഹോദരി, വെയിൽ കൊണ്ട് അവർ കലർന്നിയുണ്ട്, മുഖമൊക്കെ ചുമന്ന് വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഇത് കണ്ടപ്പോൾ ഞാൻ ഈ ടെൻറ്റുകാരനോട് ചോദിച്ചു, ഗണേഷ് എന്നാണ് പറഞ്ഞത്, ഗണേഷ് ജി എന്തോ ഈ കാണിച്ച് വെച്ചിരിക്കുന്നത്, ഈ സാരി മുഴുവനുള്ള തുണി കൊണ്ടാണോ ഇത് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഭയ്യ ചേട്ടാ, ഇവിടെ അങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ യേശുവിനോട് പ്രാർത്ഥിച്ച നോക്ക്, എന്തെങ്കിലും വഴി ഉണ്ടാകും. കളിയാക്കി പറഞ്ഞാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല, ഇനിയും കളിയാക്കിയാണോ എന്ന് മനസ്സിലായില്ല. എങ്കിലും എനിക്കതൊരു ചലഞ്ചിങ് ആയി. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അരമണിക്കൂറിനുള്ളിൽ മേഘങ്ങൾ വന്നു മൂടി, വെയിലില്ലാതായി. എന്നാൽ സംഭവിച്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബീഹാർ മൊത്തം മഴ പെയ്യുകയായിരുന്നു. ആ കോമ്പൗണ്ടിൽ, ഒരു സ്കൂൾ കോമ്പൗണ്ടാണ്, സ്കൂൾ കോമ്പൗണ്ടിൽ മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ എല്ലാം വെള്ളമാകും, അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, അവിടെ മീറ്റിംഗ് നടത്താൻ പറ്റത്തില്ല. പിന്നെ 4 ദിവസം മഴ പെയ്തില്ല എന്ന് പറഞ്ഞാൽ ദർബംഗ സിറ്റിയുടെ എൻഡ് വരെ മഴ പെയ്യുന്നുണ്ട്. എന്നാൽ ദർബംഗ സിറ്റിയെ ദൈവം 4 ദിവസം ഒഴിവാക്കി. എന്നാൽ ബീഹാർ മൊത്തം മഴ പെയ്യുന്നുണ്ടായിരുന്നു താനും. ബീഹാർ മാത്രമല്ല, ബംഗാളും അങ്ങനെയുള്ള ഈ സ്റ്റേറ്റുകളെല്ലാം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഈ ദർബംഗ സിറ്റിയെ 4 ദിവസം കർത്താവ് ഒഴിവാക്കി. കൂടാതെ മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പോകാൻ നേരമായപ്പോഴാണ്, എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ പലരും സിറ്റിയുടെ എൻഡ് വരെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്യാനായിട്ട് തുടങ്ങി, സിറ്റിയിൽ മഴ പെയ്യാനായിട്ട് തുടങ്ങിയത്. അത് കർത്താവ് അത്രയും ദിവസം ആ മീറ്റിംഗ് അനുഗ്രഹമായിട്ട് നടക്കുവാൻ വേണ്ടി കർത്താവ് ആ മഴയെ തടുത്തു വെച്ചു എന്ന് തന്നെ, ഒരു സിറ്റിയെ മാത്രമായിട്ട് കർത്താവ് മഴയിൽ നിന്ന് സംരക്ഷിച്ചു വെച്ചു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഗോസ്പൽ വർക്കിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, എന്നോട് പലരും പറഞ്ഞാണ് അനാഥശാല തുടങ്ങാം, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ പോലും ദർബംഗയിലെ സിറ്റുവേഷനും ഒക്കെ അനുസരിച്ച് ഞാൻ ആ വഴി തിരഞ്ഞെടുത്തില്ല. പ്രത്യേകിച്ച് ഹോളിസ്റ്റിക് വർക്ക് എന്നാണ് പറയുന്നത്. ഞാൻ അതിൻ്റെ എതിർപ്പദം എന്താണെന്ന് നോക്കി. അതിനകത്ത് റെഡ്യൂസ്ഡ് വർക്ക് എന്നാണ് അതിന് എഴുതിയിരിക്കുന്നത്. എന്നാൽ എൻ്റെ വർക്കിനെ റെഡ്യൂസ്ഡ് ആയിട്ട് കാണുന്നവരുണ്ട്. സത്യത്തിൽ ഹോളിസ്റ്റിക് മിനിറ്റ്സ് ചെയ്യുന്നവരെ സംബന്ധിച്ചും അനാഥശാല കാണും, മറ്റ് പല ഇത് കാണും അവർക്ക്. പക്ഷെ എൻ്റെ സാഹചര്യത്തിൽ ഇത് സെൻസിറ്റീവായിട്ടുള്ളൊരു പ്ലേസാണ്. പലതും തുടങ്ങിക്കഴിഞ്ഞാൽ സുവിശേഷ വിരോധികളുടെ പ്രശ്നങ്ങളുണ്ടാകും. ഇതിൻ്റെ തുടക്ക സമയത്ത് സുവിശേഷ വിരോധികളാൽ ഭയങ്കര ഒപ്പോസിഷൻ ഞങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ ആദ്യ സമയത്ത് വിശ്വാസത്തിൽ വന്നാൽ പലരും പോകാനായിട്ടിടയായി. സത്യത്തിൽ ഇതൊരു ഹൈകാസ്റ്റ് ഒക്യുപ്പൈഡ് പ്രദേശമാണ്. ആദ്യമായിട്ട് സ്ഥാനപ്പെട്ട പോലും ഹൈകാസ്റ്റിൽപ്പെട്ടവരായിരുന്നു. ആ ഒരു സഹോദരനും സഹോദരിയുമായിരുന്നു. അതിൽ അവരുടെ ഒരു മോളും സ്ഥാനപ്പെട്ടിരുന്നു. മോളെ ബലമായിട്ട് അവർ ഒരു ഹിന്ദു ചെറുക്കനുമായിട്ട് കെട്ടിച്ചു. കൂടാതെ ആ സഹോദരി ഇന്നും അവർ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ വരുന്നില്ല, എങ്കിലും അവർ പറയുന്നത് അവർക്ക് ലൈഫ് ത്രെട്ട് ഉണ്ട്, അവർ വന്നു കഴിഞ്ഞാൽ അവരെ തട്ടിക്കളയും എന്നാണ് പറയുന്നത്. കൂടാതെ അതേ വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ഒരു സഹോദരൻ ഇപ്പോഴും ഞങ്ങളുടെ കൂട്ടായ്മയിലുണ്ട്. ഹോളിസ്റ്റിക് വർക്ക് എന്നുള്ള നിലയിൽ ചിലരൊക്കെ എനിക്ക് സഭയിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള വിദ്യാഭ്യാസ സാധനങ്ങൾ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അത് അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഞങ്ങളെ പ്രധാനമായിട്ട് ഇൻഡിവിജ്വലായിട്ട് സുവിശേഷം പറയുകയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. എനിക്ക് കൂട്ടു വർക്കേഴ്സ് ഇല്ല, എങ്കിലും പല സഹോദരങ്ങളെ ഇവിടെ വിളിച്ച് ഒരാഴ്ച വർക്ക് ചെയ്യാറുണ്ട്.
അവരോടൊപ്പം വർക്ക് ചെയ്യാറുണ്ട്, ഗ്രാമങ്ങളിൽ പോയി വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ പഴയ പോലെയുള്ള പരസ്യങ്ങൾ ഇന്ന് നടത്താൻ സാധ്യമല്ല. അത് പല പ്രശ്നങ്ങളുണ്ടായി. അവർ ഗ്രാമങ്ങളിലൊക്കെ ഓരോ ഏജൻസിനെ ആക്കി വെച്ചിട്ടുണ്ട്. അവർ പ്രശ്നം ഉണ്ടാക്കും. അവർ ഹൈകാസ്റ്റ് ഒന്നുമല്ല, അവർ നാണയധികാരി തന്നെയാണ്. അവരെ ആക്കി വെച്ചിരിക്കുന്നതാണ്. കാരണം നേതാക്കന്മാർ ഒതുങ്ങിയിരിക്കുകയാണ്, അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരത്തില്ല. ഇനി നമ്മൾ നേരിട്ട് അവരോട് സംസാരിക്കാം, അപ്പോൾ അവർ ഒരു സംവാദത്തിന് തയ്യാറാണെന്നൊക്കെ പറയും. പക്ഷേ ഇവരാണ് അതെല്ലാം കുരുക്കി വെക്കുന്നത്. പക്ഷേ ഈ പാവങ്ങളാണ് ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പഴയ പോലുള്ള പരസ്യങ്ങൾ നടത്തുവാനായിട്ട് സാധ്യമല്ല. എന്നാൽ സഹോദരങ്ങളോട് കൂടെ വ്യക്തിപരമായിട്ടുള്ള സുവിശേഷം പറയാനായിട്ടിടയായിട്ടുണ്ട്. വളരെ താല്പര്യപൂർവ്വം കേൾക്കാറുമുണ്ട്. ചില ദൈവകാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ട് സമയമില്ല എന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. എങ്കിലും കേൾക്കാനായിട്ട് ഇടയാകുന്നുണ്ട്. അങ്ങനെ ഈയിടെയും ഒരു 2 പ്രാവശ്യം ഔട്ട്റീച്ച് പ്രോഗ്രാം നടത്തുവാനായിട്ടിടയായി. വളരെ കോണ്ടക്സിനെ നമുക്ക് കിട്ടുവാനായിട്ടിടയായി. എല്ലാ വിഭാഗങ്ങളിലും കോണ്ടക്സിനെ കിട്ടുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഏകദേശം 5 പേരോളം ഇപ്പോൾ പുതുതായിട്ട് സഭയിൽ വരുന്നുണ്ട്. അവർ ഇട്ടിട്ടുണ്ട്. അവരുടെ ചിലർ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവരെ രക്ഷ നടക്കാനായിട്ട് പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഫോളോ അപ്പ് വർക്ക് നടത്തുന്നുണ്ട്. കൂടാതെ മെയ്യിൽ ഞങ്ങൾ 3 VBS നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. 2 ഗ്രാമങ്ങളിലും പിന്നെ സഭാ ഹോളിലുമായിട്ട് ഈ VBS നടത്താമെന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രത്യേകം മിനിസ്ട്രിയോട് പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളിൽ കൂടെ അവരുടെ മാതാപിതാക്കളോട് ഇടപെടാമെന്നാണ് വിചാരിക്കുന്നത്. സുവിശേഷ വേലയിൽ എനിക്ക് പെയിൻഫുള്ളായിട്ടും ഹാപ്പിയസ്റ്റായിട്ടും ഉണ്ടായിരുന്ന പല സംഭവങ്ങളുണ്ട്. അതിലൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഗായകനായിരുന്നു എന്ന് പറഞ്ഞല്ലോ. പാട്ടിനോട് അടങ്ങാത്തൊരു അഭിനിവേശം എനിക്കുണ്ടായിരുന്നു. എന്നാൽ കർത്താവിന് വേണ്ടി മാത്രമേ പാടത്തുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു. ബാലസംഘത്തിലും അതിൻ്റെ സ്റ്റേറ്റിലൊക്കെ ഞങ്ങൾക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഇതിനകത്ത് 17 വയസ്സ് തികയുന്നതിന് മുമ്പുള്ള ആ പ്രോഗ്രാമിന് അതിൻ്റെ ഗ്രൂപ്പ് സോങ്ങിന് 2nd പ്രൈസ് കിട്ടിയത് കുമ്മനാടിനും ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ട്രിവാൻഡ്രത്തിനുമായിരുന്നു. ആ ട്രിവാൻഡ്രത്തിലെ മെയിൻ ഗായിക എൻ്റെ വൈഫായിരുന്നു. ഈ കുമ്മനാട്ടെ മെയിൻ പാട്ടുകാർ ഞാനും സില്ല എന്ന് പറയുന്ന പെൺകുട്ടിയുമായിരുന്നു. എന്നാൽ ബീഹാറിൽ വന്നതിന് ശേഷം ചിലയിടത്തൊക്കെ പാടുവാനും മിനിസ്ട്രി കിട്ടുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു ആദ്യ സമയങ്ങളിൽ. എന്നാൽ ഒരു പട്നയിൽ വെച്ചുള്ള ഒരു കോൺഫറൻസിന് വെച്ച് അന്ന് ആ സഭ ഞങ്ങളെ പാട്ട് പാടാനായിട്ട് ക്ഷണിച്ചിരുന്നുവെങ്കിലും അവതാരകനായിട്ട് നിന്ന വ്യക്തിയുടെ പിടിവാശി മൂലം ഞങ്ങൾക്ക് അവസരം ലഭിച്ചില്ല. അദ്ദേഹത്തിന് ഞാൻ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതെനിക്ക് വളരെ ദുഃഖമായിട്ട് മാറി. പിന്നീട് ഞാൻ പല മിനിസ്ട്രികളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു. അന്ന് സഹോദരന്മാർ പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ജെന്നിങ്സ് പാടുന്നില്ല അല്ലെങ്കിൽ മിനിസ്ട്രിക്ക് വരുന്നില്ല എന്ന് ചോദിച്ചിരുന്നു. എങ്കിലും ഞാൻ അവരോടൊന്നും ഇതൊന്നും വിവരിക്കാനായിട്ട് അന്ന് തയ്യാറായില്ല. അതുകൊണ്ട് സഹോദരങ്ങൾക്ക് അത് മനസ്സിലായുമില്ല. പക്ഷെ എനിക്കത് വളരെ ഒരു നിരാശാജനകമായിട്ടുള്ള അനുഭവമായിട്ട് മാറി. ഏകദേശം നീണ്ട വർഷങ്ങൾ ഞാൻ അങ്ങനെയുള്ളൊരു വനവാസത്തിലായിരുന്നു. ഇങ്ങനെയുള്ള മിനിസ്ട്രികളിലൊന്നും ഞാൻ ഇടപെട്ടിരുന്നില്ല. എന്നാൽ നമുക്കറിയാമല്ലോ, കൊറോണ സമയം വന്നപ്പോൾ എറണാകുളത്തുള്ള സാബു പറീസ് എന്ന അദ്ദേഹം ഇന്ന് കത്തസേനയിൽ വിശ്രമിക്കുന്നു. കൊറോണ തുടങ്ങിയ സമയത്ത് എന്നോട് പറഞ്ഞു, നമുക്കൊരു സൂം മീറ്റിംഗ് തുടങ്ങാം, അതിനകത്ത് ഞാൻ വചനം പറയും, നീ പാട്ട് പാടണം, ലീഡിങ്ങും ചെയ്യണം എന്ന് പറഞ്ഞു. ആ മീറ്റിംഗ് ഇന്ന് വരെ തുടരുന്നു. ഇപ്പോൾ ഈ സഭാ ഹോളിൻ്റെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞപ്പോൾ അത് സമയത്ത് അടുത്ത ആഴ്ച തുടങ്ങുന്നതായിരിക്കും. എല്ലാ ചൊവ്വാഴ്ചയുമുണ്ട് ഹിന്ദിയിലുള്ള പ്രോഗ്രാം. അദ്ദേഹം 1.5 വർഷത്തോളം അതിൽ വചന സൂക്ഷിച്ച ശേഷം അദ്ദേഹം കത്തസേനയിലേക്ക് ചേർക്കപ്പെട്ടു. ഒരു മിനിസ്ട്രി ഉള്ള ദിവസം തന്നെയാണ് അദ്ദേഹം
കർസനിലേക്ക് ചേർക്കപ്പെട്ടത്. അങ്ങനെയാണ് ഞാൻ പാട്ടിലേക്ക് തിരികെ വന്നത്. ഇതിനകത്ത് പാട്ട് പാടി തുടങ്ങി, പിന്നെ പലയിടത്തും വിളിച്ചു. അങ്ങനെ എനിക്ക് ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി. ഇന്നും ഈ സഭകളുടെ ഉദ്ഘാടനത്തിന് പോലും എൻ്റെ മുഖം വാടി നിൽക്കുന്ന കണ്ടിട്ട് സഹോദരങ്ങൾക്ക് അത് മനസ്സിലായി എനിക്കെന്തോ വിഷമമുണ്ടെന്നുള്ള കാര്യം. അവർ പലരും ധൈര്യപ്പെടുത്താനായിട്ടിടയായി എന്ന് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ സഭാ ഹാള് പണിഞ്ഞു എന്നുള്ളതാണ്. ഞങ്ങൾ ആദ്യം വീട്ടിലായിരുന്നു. വീട്ടിൽ താമസിച്ചപ്പോൾ ഉള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശമാണ്. ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടും എന്നുള്ള ചിന്താഗതിയിലാണ്. അങ്ങനെ പലരും വരും. എന്നാൽ ക്രിസ്തീയ സമർപ്പണത്തിലോ കാര്യങ്ങളോ വരത്തില്ല. ഞങ്ങളുടെ വീട്ടിൽ വന്ന് നല്ലതായിട്ട് ഭക്ഷണം കഴിക്കും. കൂടാതെ ഞങ്ങൾക്ക് മീറ്റിംഗ് കഴിഞ്ഞാൽ അവർ പോകത്തില്ല, ഭക്ഷണം കഴിക്കുന്ന സമയം വരെ നിൽക്കുക. അപ്പോൾ അവർക്ക് വേണ്ടി കൂടെ ഉണ്ടാക്കണം. കൂടാതെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മീറ്റിംഗ് വെച്ചാൽ അവർ നിൽക്കത്തുമില്ല. യഥാർത്ഥ വിശ്വാസികളെ കൂട്ടണമല്ലോ എന്നുള്ള ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞങ്ങൾ ഒരു സ്കൂളിലോട്ട് മാറ്റി ആരാധന. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ 12 വർഷമായിട്ട് താമസിക്കുന്ന ആ വീട് വിടേണ്ടതായിട്ട് വന്നു. വൈഫ് ടീച്ചറാണ്. ആ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ ഞങ്ങൾക്ക് കുറച്ച് നാൾ, ഏകദേശം 6 വർഷത്തോളം താമസിക്കാനായിട്ടിടയായി. ആ സമയത്ത് ഞങ്ങൾക്ക് പല ഉപകരണങ്ങളൊക്കെ മേടിക്കുവാനായിട്ടിടയായി. ഞങ്ങൾക്ക് വാടകയില്ലായിരുന്നു. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ മുതലായ സാധനങ്ങൾ ആ സമയത്ത് ഞങ്ങൾ മേടിച്ചു. അതിനുശേഷം 6 വർഷത്തിന് ശേഷം അവിടുത്തെ ഡയറക്ടർ മരിച്ചപ്പോൾ അവർ എനിക്കെതിരെ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ മതപരിവർത്തനം ചെയ്യുന്നു എന്ന് ആരോപിച്ചു. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലോട്ട് മാറുവാനായിട്ടിടയായി. ഇവർ നല്ലൊരു വീട്ടുകാരാണ്, നമുക്ക് വളരെ സഹായകരമാണ്. മറ്റ് മീറ്റിങ്ങുകൾ നടത്താനും ഒക്കെ നമുക്ക് സൗകര്യമുണ്ട്. എങ്കിലും ഇതുവരെ നടന്നുകൊണ്ടിരുന്ന ഒരു സ്കൂളിലായിരുന്നു. അവിടെ നമുക്ക് കാശൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു കത്തോലിക്ക ആളുടെ സ്കൂളായിരുന്നു. ആ സ്കൂളിലാണ് നമ്മൾ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. എങ്കിൽ തന്നെ ഇടദിവസങ്ങളെ മീറ്റിങ്ങോ മറ്റ് VBSO സൺഡേ സ്കൂളോ ഒന്നും നടത്താനായിട്ട് നമുക്ക് സാധ്യമല്ല. അതൊരു VIP കോളനി ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾ വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇന്ന് ഒരു സഹോദരി പറയാനായിട്ടായി ആരും ഇറക്കി വിടത്തില്ലല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് എന്നുള്ള ഒരു സഭയിലെ ഒരു സഹോദരി അങ്ങനെ പറയാനായിട്ടിടയായി. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഞങ്ങൾക്ക് മധുബനിയിൽ ഒരു വർക്കുണ്ട്. ഏകദേശം 50 കിലോമീറ്റർ ദൂരത്തിലാണ്. എന്നാൽ ഏകദേശം 25 കിലോമീറ്ററോളം മോശമായ റോഡുകളാണ്. എൻ്റെ ബൈക്ക് ഏകദേശം 16 വർഷം കഴിഞ്ഞ ബൈക്കാണ്. അതിൻ്റെ ഇത് പുതുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം ഇതിൻ്റെ ഇൻഷുറൻസ് ഇടയ്ക്ക് വെച്ച് വേറൊരു കമ്പനിയുടെ ആക്കിക്കൊണ്ട് പഴയ ഇൻഷുറൻസ് എനിക്ക് കാണിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അത് പുതുക്കി തരാനായിട്ട് ഇടയായിട്ടില്ല. അതുകൊണ്ട് ഒരു പഴയ ബൈക്കാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ആ ബൈക്ക് സിറ്റിക്ക് വെളിയിലോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. കാരണം പോലീസ് പിടിച്ച് വയ്ക്കും. പക്ഷേ ഇപ്പോൾ AI സിസ്റ്റം അപ്ലൈ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ ബൈക്ക് ഉപയോഗിക്കാനായിട്ട് സാധ്യമല്ല. പിന്നെ ജീവിതത്തിൽ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സബോറിസ് അച്ഛൻ്റെ മരണമാണ്. വളരെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു വ്യക്തിയായിരുന്നു. അത് മാത്രമല്ല, എന്നെ ഈ മിനിസ്ട്രിയിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹമാണ് കാരണം. അതുപോലെ ഞങ്ങളുടെ കുടുംബജീവിതത്തിനും വളരെ ഞങ്ങൾ ഐക്യമായിട്ടും സ്നേഹമായിട്ടും ജീവിക്കുന്നതിൻ്റെ ഒരു കാരണം അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്നുമുണ്ട്, വളരെ സ്നേഹമായിട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണവും എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ചെറിയൊരു മെസ്സേജ് മാത്രം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാവുന്നതായിരുന്നു. ക്രിസ്ത്യാനികൾ എന്നുള്ള പദം ബൈബിളിൽ 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 11:26 അപ്പോസ്തല പ്രവൃത്തി 26:28 1 പത്രോസ് 4:16 പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് 3 കാര്യങ്ങൾ അതിനകത്ത് കൊടുക്കുന്നു. ഒന്ന്, അവർ ഒരു വർഷം മുഴുവൻ സഭായോഗം കൂടുകയും പല നാനാ വിഭാഗത്തിലുള്ളവർ അവരിലേക്ക് കൂടുവാനായിട്ടിടയായി. അത് നമ്മുടെ ലിവിങ്ങിനോട് ജീവിതത്തെ കണ്ടുകൊണ്ട് അവർ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടു. അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുന്നു. ഇതോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, പ്ലിമത്തിൽ ഡബ്ലിനിൽ പ്രഭു കുടുംബത്തിൽപ്പെട്ടവർ കൂടി. അവർ പ്ലിമത്തിൽ ചെന്നപ്പോൾ അവിടെ കൂടിയതൊക്കെ ലേബറേഴ്സ് ആയിരുന്നു. ലേബറേഴ്സിൽ പ്രഭുക്കളും കൂടി കർത്താവിനെ ആരാധിക്കാനായിട്ടിടയായി.
മേരി ആഞ്ചൻ എന്ന് പറഞ്ഞ കർത്തദാസി തൻ്റെ പുസ്തകത്തിൽ ക്രൈസ്തവ രക്തസാക്ഷികൾ എന്നുള്ള പുസ്തകത്തിൽ ബ്രദറൻകാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അയർലൻഡിലും ഇംഗ്ലണ്ടിലും സഹോദരന്മാർ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടത്തെ കണ്ടു തുടങ്ങി എന്ന് പറയുന്നു. അവർ തമ്മിൽ സഹോദരന്മാരെന്ന് വിളിച്ചു, കണ്ടവരവരെ സഹോദരന്മാരെന്ന് വിളിച്ചു. കൂടാതെ പൗലോസ് ബന്ധനസ്ഥനായിരുന്നുകൊണ്ടാണ് പറയുന്നത്, പൗലോസിന്റെ വചനങ്ങൾ കേട്ടിട്ട് രാജാവ് പറയുകയാണ്, നീ എന്നെ അല്പം കൊണ്ട് ക്രിസ്ത്യാനിയാവാൻ സമ്മതിപ്പിക്കുന്നു. നിന്നെ മാത്രമല്ല, ഈ കേൾക്കുന്നവരെല്ലാവരെയും, ഈ ചങ്ങല ഒഴികെ എല്ലാവരും ഞാൻ ക്രിസ്ത്യാനിയാകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. അവിടെ ഷെയറിംഗ് ആണ്. എന്ത് കഷ്ടം വന്നാലും നമ്മൾ നമ്മുടെ കർത്താവിനെ ഉയർത്തുക തന്നെ വേണം. അടുത്തായിട്ട് 1 പത്രോസ് 4:16 പറയുന്നത്, അവിടെ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ദുഃഖിക്കരുത്, നാമം ധരിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക അത്ര വേണ്ടത് എന്ന് പറഞ്ഞാൽ കഷ്ടത നമ്മുടെ കൂടപ്പിറപ്പാണ് ക്രിസ്ത്യാനികളുടെ. ഛത്തീസ്ഗഡിലും ഒക്കെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ക്രൂരമായിട്ടാണ് അവർ രക്ഷിക്കുവാനായിട്ട് ഇടയായത്. നമ്മുടെ സഹോദരന്മാർ പലരും ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇതിനകത്തുണ്ടോ എന്ന് നോക്കിയത് അലക്സാണ്ടർ ബ്രദർ, അദ്ദേഹം ചില നാടുകളിൽ ജയിലിൽ കിടന്ന വ്യക്തിയാണ്. അങ്ങനെ പലരും പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ കൂടപ്പിറപ്പാണ്. നമുക്ക് കഷ്ടത അനുഭവിക്കുന്നതിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. എങ്കിലും അവർക്കത് വരം നൽകിയിരിക്കുന്നു. ഭാവിയിൽ അനേക പ്രതിഫലം കിട്ടുവാൻ വഴിയാണ്. കർത്താവ് ആ നിലയിൽ ആ സൗകര്യങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്ക് ഈ അവസരം തന്ന എൻ്റെ സംഘാടകരോടും സന്തോഷപുത്രനോടും മറ്റെല്ലാവരോടും ഹൃദയംഗമായിട്ടുള്ള നന്ദി ഞങ്ങൾ ഫാമിലിയായിട്ട് പറയുന്നു. നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. പ്രിയ സഹോദരൻ ജെന്നിക്സിന്റെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കേൾപ്പാൻ തക്കോണം ദൈവം നമുക്ക് ഇടവരുത്തി. പ്രിയ സഹോദരൻ ഞങ്ങളുടെ സഭയിൽ വന്ന് പല പ്രാവശ്യം വചന ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. എന്നാൽ സാക്ഷ്യം ഇപ്പോഴാണ് കേൾക്കുന്നത്. പ്രിയ സഹോദരന്റെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് അനേക കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കോണം നമുക്ക് ഇടവരുത്തി. ചെറിയ പ്രായത്തിൽ താൻ അനുഭവിച്ച മനോവിഷമങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിരുന്നാലും തന്നെ അത് തളർത്തിയില്ല. ദൈവത്തിന്റെ വേല തുടരുവാൻ തന്നെ താൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ബീഹാറിന്റെ പല പ്രദേശങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുവാൻ തക്കണം പ്രിയ സഹോദരനെ ഇടവരുത്തിയത്. പ്രിയ സഹോദരനെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കേണ്ടത് ആവശ്യമാണ്. വളരെ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടിയാണ് പ്രിയപ്പെട്ടവരെല്ലാവരും ദൈവത്തിന്റെ വേല ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു വാടക വീട്ടിൽ താമസിക്കുമ്പോൾ അത് എത്ര ദിവസം അവിടെ താമസിക്കാൻ പറ്റും എന്നുള്ളത് നമുക്കറിയില്ല. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അവർ നമ്മളെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ നമ്മളെ ഇറക്കി വിടും. അതെല്ലാം മാനുഷികമായിട്ട് വളരെയധികം പ്രയാസം തരുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാലും ദേവദാസനെ ഇത്രത്തോളം നിലനിർത്തിയ വലിയവനായ ദൈവം എത്ര നല്ലവനാണ്. തന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ച ദൈവം എത്ര വിശ്വസ്തനാണ്. അതാണ് നമുക്കിന്ന് മനസ്സിലാക്കുവാനിടയിൽ. പ്രിയ സഹോദരന്റെ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അനേകർ ദൈവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം പ്രിയ സഹോദരനെ കുടുംബത്തെയും നമ്മുടെ പ്രാർത്ഥനയെ നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ 2 ഗാനങ്ങൾ പാടി സഹായിച്ച പ്രിയ സഹോദരിമാരെ നന്ദിയോടെ ഓർക്കുകയാണ്. സഹോദരി ജാസ്മിൻ വളരെ അനുഗ്രഹത്തോടുകൂടി നല്ല രീതിയിൽ അത് പാടുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തി. അതുപോലെ പ്രിയ മകൾ ആനി സൂസൻ, ആ മകളും നല്ല രീതിയിൽ പാട്ട് പാടുവാൻ ദൈവം ഇടവരുത്തി. കാൽവരിനാഥ മിനിസ്ട്രിയുടെ നന്ദിയും സ്നേഹത്തെയും ഞങ്ങൾ അറിയിക്കുകയാണ്. പ്രാർത്ഥന വിഷയം കേൾക്കുകയായിരുന്നു. പ്രിയ മകൻ യതി സൈമൻ അവിടെ പഠനത്തിലാണ്. പ്രിയ സഹോദരന്റെ വിജയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പ്രിയ മകൾക്കും നല്ലൊരു അഡ്മിഷൻ ലഭിക്കുവാൻ തക്കവണ്ണം ആ പ്രിയ മകളെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. കുടുംബമായിട്ട് കർത്താവിന് വേണ്ടി ബീഹാറിന്റെ പ്രദേശത്താണ്. അതൊരു കാര്യം നാം ഓർക്കണം. ഇവിടെ ആവശ്യങ്ങൾ നടക്കുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തട്ടെ. കാൽവരിനാഥ മിനിസ്ട്രിയുടെ ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്ത് കർത്താവ് ഇങ്ങനെ വന്ന് സഹകരിച്ചതിന് ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. വിലപ്പെട്ട സമയം ഇതിനുവേണ്ടി മാറ്റിവെച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾപ്പാൻ തക്കണം ദൈവം ഇടവരുത്തത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഈ മിനിസ്ട്രി ഓർത്ത് ഞങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. എന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആവശ്യമായ എല്ലാ കൃപകളും ലഭിക്കുവാൻ തക്കണം എന്റെ വിലയേറെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്.
അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല നേരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ സൂം മീറ്റിംഗിൽ കൂടി ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായിരുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ കൂടുവാൻ തക്കണം ഇന്നും അനുകൂലമായ സാഹചര്യം തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസൻ ഇന്നിക്സിൽ നിന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കേൾപ്പാനിടവരുത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഓരോ ആഴ്ചയിലും വ്യത്യസ്തമായ രീതിയിലുള്ള സാക്ഷ്യം കേൾക്കുകയാണ്. കർത്താവ് പ്രിയപ്പെട്ടവരെ നടത്തുന്ന വിധങ്ങൾ എത്രയോ അത്ഭുതമായിരിക്കുന്നു. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഭാരങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ എല്ലാം വന്നാലും കൈവിടാത്ത ഒരു നല്ല ദൈവം പ്രിയപ്പെട്ടവരുടെ കൂടെയുണ്ടെന്നുള്ളൊരു ധൈര്യം കൊടുത്തതിനായിട്ട് അങ്ങയുടെ സ്തോത്രം. ആ സാക്ഷ്യം ഞങ്ങൾ കേട്ടതുകൊണ്ട് കർത്താവെ, അങ്ങയുടെ വഴികൾ എത്രയോ അത്ഭുതമായിരിക്കുന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കും മനസ്സിലാക്കുവാൻ ദൈവം ഇടവരുത്തുന്നതിനായിട്ട് അങ്ങയുടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസന് അനേക വർഷങ്ങളായിട്ട് ബീഹാറിന്റെ പ്രദേശത്ത് കർത്താവെ അങ്ങയുടെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. യാതൊരു എതിർപ്പും കൂടാതെ ഇത്രത്തോളം കർത്താവെ അങ്ങയുടെ ദാസനെയും കുടുംബത്തെയും കണ്ണിന്റെ കൃഷ്ണമണി പോലെ പ്രദേശത്ത് കാത്തു പരിപാലിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നടക്കുവാൻ തക്കണം. ദൈവവേലയിൽ എവിടെ ഇടപെടുമ്പോൾ കർത്താവെ അവിടുത്തെ ആവശ്യങ്ങൾ നടക്കുവാൻ തക്കണം ഇനിയും ഇടവരുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ മകൻ നബിയെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ മകന്റെ പരീക്ഷയിലെല്ലാം നല്ലൊരു വിജയം കർത്താവ് കൊടുക്കണം. അതുപോലെ തന്നെ മകളും കർത്താവെ എൻട്രൻസ് എക്സാമിലും കർത്താവ് എഴുതുമ്പോൾ ആവശ്യമായ എല്ലാ കൃപകളും കർത്താവ് കൊടുക്കണം. നല്ല വിജയം കർത്താവ് കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. വരും കാലങ്ങളിൽ കർത്താവെ പ്രദേശങ്ങളിൽ ധാരാളം ദൈവത്തിന്റെ വേല ചെയ്യുവാൻ തക്കണം പ്രിയപ്പെട്ടവരെ കുടുംബമായിട്ട് എടുത്ത് ഉപയോഗിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സൂം മീറ്റിംഗിൽ കടന്നു വന്ന് കർത്താവെ ഞങ്ങളോട് സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും പേരുപേരായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പുറകിൽ അധ്വാനിക്കുന്ന സന്തോഷ കർത്താവെ സഹോദരനെയും കുടുംബത്തെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ എല്ലാ കൃപകളും കർത്താവ് കൊടുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൽക്കാലം ഞങ്ങൾ പിരിയുന്നെങ്കിലും പിരിയാത്തൊരു നല്ല ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതിനായിട്ട് ഞങ്ങളുടെ സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ സ്തോത്രം എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൽ അപേക്ഷിക്കുന്നു. സ്വർഗീയ പിതാവേ, ആമേൻ.